അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ കറീൻ്റെ വീഡിയോ ആണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനു വേണ്ടി 1 കിലോ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല തേച്ച് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല കംപ്ലീറ്റ് ആയിട്ട് തേച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് വറുക്കണം. തേങ്ങ ഇട്ട് വറുത്ത് അതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യണം. ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു 10 ചെറിയ ഉള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 6-7 വെളുത്തുള്ളി ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മൂത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒരു സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് കട്ടി കുറഞ്ഞ് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് വഴറ്റി ഒരല്പം ഉപ്പും കൂടെ ഇട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ സവോളയും കൂടെ നന്നായിട്ട് വേണം. ഇനി നമുക്കൊരല്പം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു വശത്തേക്ക് നീക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, മസാല ഒന്ന് വറുത്തെടുക്കാം. പച്ചമണം മാറുന്ന വരെ വറുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഉള്ളിയും ഒക്കെ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയും ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മുകളിലായിട്ട് ഒരു കിഴങ്ങ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി കിഴങ്ങും ചിക്കനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഞാനൊന്ന് പാത്രം മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മുകളിലായിട്ട് ഒരു തക്കാളി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് വഴലാൻ വേണ്ടിയിട്ടാണത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് തുറന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ചിക്കനും എല്ലാം മിക്സ് ചെയ്ത് ചിക്കൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പോളം വെള്ളമുണ്ട്. പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ഉടയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് ഒപ്പമായിട്ട് വെള്ളം ഉണ്ടാവണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിന്ന് ഈ എണ്ണയെല്ലാം ഇറങ്ങണ ഒരു പരുവാണ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലും കൂടെ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്ത് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരല്പം ഓയിൽ പാൻ വെച്ച് അതിനകത്ത് ഒരല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് നമുക്ക് പൊട്ടിക്കാം. പിന്നെ ഒരു 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിൻ്റെലും വറ്റൽമുളകും അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതിൻ്റെ മുകളിലായിട്ടിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.